അപ്പം നമുക്ക് ടോപ്പ് 10 തമിഴ് ആക്ടേഴ്സിനെ ഒന്ന് നോക്കിയാലോ. എല്ലാവർക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ആരായിരിക്കും നമ്പർ 1, എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 തമിഴ് ആക്ടേഴ്സ് 2026 ആരാണ് ഇപ്പം മികച്ച് നിൽക്കുന്നത് ഇതുവരെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ടോപ്പിൽ ആരാണ് എന്നെല്ലാം നമുക്കറിയാം. ഒരിതുമില്ല. ഞാനിത് ചെയ്യാൻ പോകുന്നത് നല്ലൊരു രീതിയിലാണ്. പലരും അറിയാന്നുള്ള ആഗ്രഹങ്ങൾ കാണും, ആരാണ് തമിഴിൽ ഇത്ര നിൽക്കുന്നത്. ഓൾറെഡി ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ട് വരുക. ഇനി ആക്ട്രസ് ചെയ്യണം, പിന്നെ ഞാൻ മൊത്തം ചെയ്യാം, അത് പയ്യെ ചെയ്യാം. ഇന്ന് ഞാൻ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്ന് വലിയ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് 10 മുതൽ 1 വരെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ലാസ്റ്റ് വരെയും കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആരാണ് 1ാം സ്ഥാനത്ത്, അല്ല ത്രില്ല് നിറഞ്ഞ ഇതാണ് എന്നെല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോയും കാണണം. എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ് അത് നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ലാസ്റ്റ് പറയുന്നതാണ്. പിന്നെ ഈ ഓർഡർ നമുക്ക് പോവാം. എന്തായാലും 10ാമത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ 10ാം സ്ഥാനത്ത് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10ാം സ്ഥാനത്ത് ഉള്ളത് വേറെ ആരുമല്ല, കമൽ ഹാസനാണ്. 2026 കമൽ ഹാസനാണ്. ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കുറേ സിനിമകളൊക്കെ ഇപ്പം അത്ര ഫ്ലോപ്പാണ്. വിക്രം ഒഴിച്ച് നോക്കിയ ബാക്കിയെല്ലാം ഫ്ലോപ്പാണ്. ഇപ്പം റീസൺ പറയുന്നത് ലെജൻഡ് പ്ലസ് ഇൻഡസ്ട്രി റെസ്പെക്റ്റ് ഉണ്ട് നല്ല രീതിയിൽ. പിന്നെ നല്ല രീതിയിൽ സെലക്റ്റീവ് പ്രോജക്ട്സ് എടുക്കും, പക്ഷേ ലെസ് ഫ്രീക്വൻസി കുറവാണ്. അതെടുക്കുന്നത് നല്ല കുറവാണ്. പിന്നെ നല്ല പവർഫുള്ളാണ്. നല്ല രീതിയിൽ റിട്ടേൺ ചെയ്യുമ്പോൾ നല്ല പവർഫുള്ളായിട്ട് വരുള്ളൂ. പിന്നെ പറയുന്നത് ഗോട്ട് ആക്ടറാണ്. നല്ല ഗോട്ടാണ് ആക്ടിങ്. പക്ഷേ ഇടയ്ക്കിപ്പോൾ ഒന്ന് പാളിച്ച് നിൽക്കുകയാണ്. അത് കാരണം ഇപ്പം 10ാം സ്ഥാനത്താണ്. ഇനി അടുത്തത് 9ാം സ്ഥാനത്ത് ശിവകാർത്തികേയൻ. റീസൺ യൂത്തും ഫാമിലി ഫേവറേറ്റുമാണ്. ചെറുക്കനാണല്ലോ, പ്രായം കുറവാണല്ലോ. പിന്നെ ബോക്സ് ഓഫീസ് ഗ്രോത്ത് സ്റ്റഡിയാണ്. ഇപ്പം മര്യാദയ്ക്ക് പോകുന്നുണ്ട്. നമ്മളെ ഒരു പടം ഹിറ്റായിരുന്നല്ലോ, ശിവകാർത്തികൻ സായി പല്ലവിയും. അതിലൂടെ തന്നെ വൻ കംബാക്ക് നടത്തി. ബോക്സ് ഓഫീസിൽ 300 കോടി അന്ന് അടിച്ചായിരുന്നു. പിന്നെ എൻ്റർടൈനറാണ്, ഇമേജ് സ്ട്രോങ്. പിന്നെ മെയിൻ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൊമേഴ്ഷ്യൽ സ്റ്റാറാണ്. ഇപ്പോൾ ഗ്രോ ചെയ്ത് വരുക. ഇപ്പോൾ വിജയൊക്കെ നിർത്താൻ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ആൾ ശിവകാർത്തികനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം. അതുകൊണ്ട് ശിവകാർത്തികനാണ് 9ാം സ്ഥാനത്ത്. ഇനി അടുത്ത 8ാം സ്ഥാനത്ത് കാർത്തിയാണ്. റീസെൻറ്റ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ടോപ്പ് ടയറാണ്. കൺസിസ്റ്റൻറ്റ് ഹിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു വിധ ഹിറ്റായിരുന്നു. മറ്റേ പയ്യ നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇപ്പം കുറച്ച് ഇതാണ്. എന്നാലും ഇതൊക്കെയാണ് റീസൺ. ഇപ്പോഴും ആ ഒരു സ്ഥാനം നിലനിർത്തി കൊണ്ടുപോകുന്നത്. പിന്നെ ഫാമിലി പ്ലസ് മാസ് ഓഡിയൻസ് കണക്ട് ചെയ്യും. നല്ല സേഫസ്റ്റ് കണ്ടന്റ് സ്റ്റാറാണ്. ഇതിലൊക്കെ നമുക്കറിയാം ഇങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് 7ാം സ്ഥാനത്ത് വിക്രമാണ്. എക്സ്ട്രീം ഡെഡിക്കേഷനാണ് റീസൺ. റോൾ ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ ചെയ്യും, ഒരു രക്ഷയില്ലാതെ ചെയ്യും. പിന്നെ നല്ല കംബാക്ക് നടത്തുന്ന ഒരാളാണ്. പെർഫോമൻസിൽ കിങ്ങാണ്. ഈ പടമെല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കാർത്തിയാണ് 7ാം സ്ഥാനത്ത്. ഇനി 6ാം സ്ഥാനത്ത് ആരാണ്? വിജയ് സേതുപതി. റീസൺ കണ്ടന്റ് കിങ് ആണ് വിജയ് സേതുപതി. ഹീറോ പ്ലസ് വില്ലൻ നല്ല രീതിയിൽ ചെയ്യും. മാസ്റ്റർ ആയാലും കുറേ പടത്തിൽ. ഇപ്പം ഹീറോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാരാജയിൽ എന്ത് അഭിനയമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് മഹാരാജയിൽ കാണിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങനെ അറിയപ്പെടും. പിന്നെ ഹൈ ഡിമാൻഡാണ്. നല്ല രീതിയിൽ ഡിമാൻഡുണ്ട് ഇൻഡസ്ട്രിയിൽ മൊത്തം. പിന്നെ നല്ല സ്ക്രിപ്റ്റാണ് തിരഞ്ഞെടുക്കാൻ. റെസ്പെക്റ്റഡ് ആക്ടർ. നല്ല റെസ്പെക്റ്റും കൊടുക്കും. പിന്നെ നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ 6ാം സ്ഥാനത്ത് വിജയ് സേതുപതിയാണ്. ഇനി അങ്ങനെ നമ്മൾ ടോപ്പ് 5 എത്താൻ പോവുകയാണ്. 5ാം സ്ഥാനത്ത് ആരാണെന്ന് എല്ലാവർക്കും നല്ല ക്യൂരിയോസിറ്റി കാണും. 5ാം സ്ഥാനത്ത് വേറെ ആരുമല്ല, നമ്മളെ ധനുഷാണ്. റീസൺ പറയുന്നത് നാഷണൽ ആൻഡ് ഹോളിവുഡ് റീച്ചുണ്ട്. ഇപ്പം ഈ തെരെ ഇഷ്കുമേ എല്ലാം അഭിനയിച്ച് വെളിയുന്നു. ഇതെല്ലാം ഇപ്പം അവിടെ വരെ എത്തി നിൽക്കുകയാണ്. നല്ല ഹോളിവുഡ് റീച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വെർസറ്റൈൽ റോൾ ചെയ്യും. നല്ല മാസാണ്. മാരിയൊക്കെ നമുക്കറിയാം. പിന്നെ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യും. പിന്നെ ഗ്ലോബലാണ് തമിഴ് ഫേസിൽ. അതുകൊണ്ട് ടോപ്പ് 5 ധനുഷാണ്. പിന്നെ എല്ലാവരും ഒരു ചോദ്യമായിരിക്കും, 4ാം സ്ഥാനത്ത് ആരായിരിക്കും? 4ാം സ്ഥാനത്ത് വേറെ ആരുമല്ല, നമ്മളെ സൂര്യയാണ്. പെർഫോമൻസും കണ്ടന്റ് ഫിലിമും പാൻ ഇന്ത്യൻ റെസ്പെക്റ്റ് ഉണ്ട്. ജയ് ഭീം അറിയാമല്ലോ,
നമ്മളെ OTT ഇറങ്ങി, ഇതിലിറങ്ങാൻ പറ്റിയില്ല. അത് കാരണം അന്ന് കൊറോണ സമയത്ത് അതിൽ തന്നെ വമ്പൻ ഹിറ്റ്, വമ്പൻ അഭിനയം. അതാണ് നമ്മളെ സൂര്യ, നടിപ്പിൻ നായകൻ എന്നല്ലേ പറയുന്നത്. പിന്നെ കംബാക്ക് മൊമെൻ്റ് സ്ട്രോങ് ആണ്. പക്ഷെ ഇപ്പോൾ ഒരു പടം അങ്ങനെ ഹിറ്റിലോട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ പ്രതീക്ഷകൾ, ഇപ്പം ഒരു പടം ഉണ്ടല്ലോ, നമ്മൾ ലക്കി ഭാസ്കറിലെ ആളിറക്കിയ പടം എല്ലാം കൂടെ വരാൻ കിടപ്പുണ്ട്. അപ്പോൾ കുറേ പടത്തിൽ ഇനി കംബാക്ക് നടത്തുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം എല്ലാം ഒന്ന് ഫ്ലോപ്പാണ്. പിന്നെ നല്ല ഇമ്പാക്റ്റാണ് ആക്ടറിൽ തന്നെ. അത് കാരണം 4ാം സ്ഥാനത്ത് സൂര്യ. പിന്നെ ആരാണ് 3ാം സ്ഥാനത്ത്? ഇനി ആണ് നമ്മൾ ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. 3, 2, 1. ആരാണ് 3ാം സ്ഥാനത്ത്? 3ാം സ്ഥാനത്ത് അജിത് കുമാറാണ്. ഇപ്പം സിനിമകൾ വലിയതായിട്ട് ചെയ്യാറില്ല, റേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അജിത്ത് പിന്മാറി നിൽക്കുകയാണ്. എന്നാലും ഓക്കെയാണ്. ഇപ്പോഴത്തെ റീസൺ പറയുന്നത് പ്രൊമോഷൻ ഒന്നും വേണ്ട, നല്ല രീതിയിൽ കളക്ഷൻ ആദ്യത്തെ ഡേ തന്നെ സമ്പാദിച്ചോളൂ. പിന്നെ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് തലയ്ക്ക്. പിന്നെ മാസ് പ്ലസ് ക്ലാസ് അക്സെപ്റ്റൻസ് ആണ്. നല്ല രീതിയിൽ മാസും ക്ലാസ്സും എല്ലാം ചെയ്യും, നമുക്കെല്ലാം അതറിയാം. നല്ല മീഡിയ പുഷൊന്നും വേണ്ട, നല്ല രീതിയിൽ തന്നെ ഫാൻ ബേസ് ഉണ്ട്. അതാണ് അജിത് കുമാർ. ഇനിയിപ്പോൾ പടം വരാനുണ്ട്. നമ്മളെ മറ്റേ ഗുഡ് ബാഡ് അഗ്ലി ഫ്ലോപ്പായല്ലോ, ഒരു വിധേയ ഹിറ്റായുള്ളൂ. അതിനുശേഷം ആ ഡയറക്ടറിൻ്റെ കൂടെ തന്നെ വീണ്ടും ചെയ്യാൻ പോകുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പം വിടാമുയർച്ചയാണ് ഇത്രയെങ്കിലും ഹിറ്റായത്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പടം നമ്മളിപ്പോൾ വരുമ്പോൾ നോക്കാം. ഇനി എന്തായാലും ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ആരാണ് ഈ ടോപ്പ് 2, ടോപ്പ് 1? എല്ലാവർക്കും ഉള്ള സംശയമാണ്. ടോപ്പ് 2 രജനീകാന്താണ്. ഇപ്പോഴത്തെ ഇതിൽ രജനീകാന്താണ്. അപ്പോൾ റീസൺ പറയുന്നത് ഏജ് ഉണ്ടെങ്കിലും സൂപ്പർ ഓറയാണ്, അതിലൊരു പവറും ഇല്ല. സൂപ്പർ സ്റ്റാർ ഓറയാണ്, അതിലൊന്നും നമുക്ക് തോക്കാൻ പറ്റൂല. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നല്ലേ പറയുന്നത്, ഇതിൽ കൂടെ ഇനി എന്തോ വേണം. പിന്നെ ഇപ്പോൾ പടം അനൗൺസ് ചെയ്താലും പാൻ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റാണ്. അത്രയ്ക്ക് അറിയാമെന്നുള്ള ആളാണ് രജനീകാന്ത്. ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ നല്ല ഫാൻ ബേസ് ഉണ്ട്. ഡെക്കേഡായിട്ട്, വർഷത്തോളമായിട്ട് ആ ഫാൻ ബേസ് ഇപ്പോഴും നിലനിർത്തി പോകുന്നത് രജനീകാന്ത് മാത്രമാണ്. നല്ല രീതിയിൽ ആക്ടർ മാത്രമല്ല, ആള് തന്നെ നല്ല ഫിനോമിനനാണെന്നാണ് അതിൽ അറിയിക്കുന്നത്. അപ്പം 2ാം സ്ഥാനത്ത് രജനീകാന്ത്. ഇനി ആരാണ് ഈ 1ാം സ്ഥാനത്ത്? ഇപ്പം തമിഴ്നാട് തൂക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സ്വന്തം വിജയാണ് 1ാം സ്ഥാനത്ത്. വേറെ ആരുമല്ല, വിജയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പം റീസൺ പറയുന്നത് 2000 ബോക്സ് ഓഫീസ് ഫുള്ള്, അത് വിജയ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിപ്പോൾ പടം ഫ്ലോപ്പായാലും ശരി, പടം ഹിറ്റായാലും ശരി, ഇല്ലെങ്കിൽ ആവറേജ് ആയാലും ശരി, പടം ഹിറ്റാക്കിയിട്ടേ പോവുള്ളൂ. കളക്ഷൻ വാരി തന്നിട്ടേ വിജയെണ്ണം പോകും. പിന്നെ ഓപ്പണിംഗ് ഡേ റെക്കോർഡ് ആർക്കും ചെയ്യാൻ പറ്റില്ല, അത്ര റെക്കോർഡാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. ഇവയെല്ലാം നമുക്കറിയാം. പിന്നെ നല്ല യൂത്ത് ഫാൻസ് ഉണ്ട്, ഫാമിലി ഫാൻ ബേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിനും വിജയമാണ്. ഇപ്പം പിന്നെ പൊളിറ്റിക്കൽ എൻട്രിയിൽ ഹൈപ്പ് കൂടി നിൽക്കുകയാണ്. അത് തന്നെ ഇൻഫ്ലുവൻസറായിട്ട് ഇപ്പോൾ നല്ല പീക്കാണ്. ഇപ്പോൾ ബിഗ്ഗസ്റ്റ് കൊമേഴ്ഷ്യൽ സ്റ്റാർ തന്നെ വിജയാണ് എന്നാണ് ഡെഡ്ലി പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത പടം വരാനുണ്ട്. ജനനായകൻ്റെ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കലിൻ്റെ ഇത് ഇറങ്ങാനുള്ള നിൽക്കുന്നു, ഇതെല്ലാം നിൽക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും വിജയാണ് നമ്പർ 1. അപ്പോൾ നമുക്കൊന്ന് 10 മുതൽ 1 വരെ ഒന്നുകൂടെ നോക്കാം. 10ാം സ്ഥാനത്ത് കമൽഹാസൻ, 9ാം സ്ഥാനത്ത് ശിവകാർത്തികൻ, 8ാം സ്ഥാനത്ത് കാർത്തി, 7ാം സ്ഥാനത്ത് വിക്രം, 6ാം സ്ഥാനത്ത് വിജയ് സേതുപതി, 5ാം സ്ഥാനത്ത് ധനുഷ്, 4ാം സ്ഥാനത്ത് സൂര്യ, 3ാം സ്ഥാനത്ത് അജിത് കുമാർ, 2ാം സ്ഥാനത്ത് രജനീകാന്ത്, 1ാം സ്ഥാനത്ത് വിജയ്. അപ്പോൾ ഇതാണ് നമ്മളെ ലിസ്റ്റ്. ഇതിൽ എൻ്റെ ഫേവററ്റ് എന്ന് പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ ഇഷ്ടം ഇത് വിജയാണ്. അപ്പം എല്ലാവർക്കും അവരുടേതായ ഇത് കാണും. കുറേ ആൾക്കാർക്ക് രജനീകാന്താണ്, കുറേ ആൾക്കാർക്ക് കമൽഹാസനാണ്, അങ്ങനെ ഡിഫറെൻറ്റ് ആൾക്കാർ കാണും, തലയാണ്. അപ്പോൾ എൻ്റേത് വിജയാണ്. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും വീഡിയോ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ അപ്പം തന്നെ ഇത് തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.